Welcome to Thasni's kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇത് നമുക്ക് സിൽക്ക് സീസെയിം ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 400 ഗ്രാം ചിക്കൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസ് 1 ടീസ്പൂൺ, വിനെഗർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മൈദ 1/2 കപ്പ്, ബ്രെഡ് ക്രംസ് 1/2 കപ്പ്, പിന്നെ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ഈ ഒരു പൗഡർ മിക്സും റെഡിയാണ്. അപ്പോൾ ഇനി ഈ ഒരു ചിക്കൻ ഇതിൽ നിന്നും എടുത്ത് ഈ ഒരു പൗഡറിൽ ഡിപ്പ് ചെയ്ത് ചൂടായ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഓയിൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇതുപോലെ ഓരോ ചിക്കൻ പീസും എടുത്ത് ഈ ഒരു മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലാണ്. അതിന് ശേഷം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ വശവും ഒന്ന് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോരി അതിനുശേഷം വീണ്ടും നല്ലതായിട്ട് എണ്ണ ചൂടായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 തവണ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ പോപ്കോണൊക്കെ കഴിക്കുന്ന ഒരു ഫ്ലേവറാണ്. പക്ഷേ നമ്മളിത് അങ്ങനെയല്ല കഴിക്കാൻ പോകുന്നത്. നമ്മളൊരു പ്രത്യേക സോസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഇനി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് അല്പം സിസേം ഓയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. ഇനി അതിലേക്ക് അല്പം ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗാർലിക്കാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ സ്വീറ്റ് ചില്ലി സോസാണ് 3 ടേബിൾ സ്പൂൺ, കെച്ചപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈഡ് റൈസിലേക്കായിരുന്നാലും ചപ്പാത്തിയിലേക്കായിരുന്നാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടി കൂടെ ഉണ്ട് കേട്ടോ. ഇനി അല്പം വെളുത്ത എള്ള് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ബോൺലെസ് പീസാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ടൂത്ത് പിക്ക് കുത്തി വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാം. കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ഒക്കെ നമുക്ക് സൈഡായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.